നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ ഇന്നലെ രാവിലെ 9 മണിയോടെ ചരക്ക് തീവണ്ടിയും കാഞ്ചൻജംഗ എക്സ്പ്രസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15 പേർ മരിച്ചു. 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. മരിച്ചവരിൽ 3 റെയിൽവേ ജീവനക്കാരാണ്. ചരക്ക് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റും ഇക്കൂട്ടത്തിൽ പെടുന്നു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയർന്നേക്കാം. ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചു പോയെന്നും ഇതാണ് അപകടത്തിന് ഇടയാക്കിയതുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. പശ്ചിമ ബംഗാളിലെ ട്രെയിൻ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും അനുശോചിച്ചു. അപകടം അങ്ങേയറ്റം ദുഃഖകരമാണെന്നും ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി നേരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചതായും ട്വിറ്ററിൽ പറയുന്നു. ട്രെയിൻ അപകടത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം, പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നഷ്ടപരിഹാരമായി നൽകും. ഇതിനിടെ അപകടത്തിന്റെ ഉത്തരവാദി മോദി സർക്കാരാണെന്ന് മല്ലികാർജ്ജുന ഖാർഗെ പ്രതികരിച്ചു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ ഡാർജിലിംഗ് ട്രെയിൻ ദുരന്തത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അപകട സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും മന്ത്രി സഹായധനം പ്രഖ്യാപിച്ചു. ഡാർജിലിംഗിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15 പേരാണ് മരിച്ചത്. 60 പേർക്കാണ് പരിക്കേറ്റത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലി ലോക്സഭാ മണ്ഡലം നിലനിർത്താൻ തീരുമാനിച്ചു. 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് മണ്ഡലത്തിൽ AICC ജനറൽ സെക്രട്ടറിയും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. ഈ തീരുമാനം 2 മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഖാർഗെയ്ക്ക് പുറമെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. വൈകാരിക ബന്ധമാണ് തനിക്കെന്ന് രാഹുൽ ഗാന്ധി. പാർട്ടി വ്യത്യാസമില്ലാതെ വയനാട്ടിലെ ഓരോരുത്തരും തന്നെ സ്നേഹിച്ചു. പ്രിയങ്ക വയനാട്ടിൽ വിജയിക്കുമെന്നും പ്രിയങ്കയ്ക്ക് ഒപ്പം താനും വയനാടിൻ്റെ MP ആയിരിക്കുമെന്നും വയനാടിന് ഇനി 2 MP ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഒഴിയാനുള്ള തീരുമാനം എളുപ്പമായിരുന്നില്ലെന്നും ജീവനുള്ള കാലം വരെ വയനാട് മനസ്സിലുണ്ടാകുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും നല്ല ജനപ്രതിനിധിയായിരിക്കാൻ പരിശ്രമിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. രാഹുലിൻ്റെ അസാന്നിധ്യം ജനങ്ങൾക്ക് തോന്നാതിരിക്കാൻ ശ്രമിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ കന്നിയംഗത്തിനൊരുങ്ങുന്ന പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. മണിപ്പൂരിലെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് RSS സർസംഘചാലക് മോഹൻ ഭഗത് നിർദ്ദേശിച്ചതിന് പിന്നാലെ സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ചർച്ചയ്ക്ക് തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. അമിത് ഷാ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കുക്കി, മെയ്തേ വിഭാഗങ്ങളുമായി കേന്ദ്ര ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും. നിയമം കയ്യിലെടുക്കുന്നവരെ കർശന നടപടി സ്വീകരിക്കാനും അമിത് ഷാ യോഗത്തിൽ നിർദ്ദേശിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ വിന്യസിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. പുതുക്കിയ 12ാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ NCERT ബാബരി മസ്ജിദ് പേര് 3 മിനാരങ്ങളോടുകൂടിയ നിർമ്മിതി എന്ന് മാറ്റിച്ചേർത്തതിന് ചരിത്ര വസ്തുതകളെ മറച്ചുപിടിക്കാനുള്ള നീക്കമെന്നും പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപിച്ച് SFI ദേശീയ കമ്മിറ്റി. പഴയ പുസ്തകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും SFI ദേശീയ സെക്രട്ടറി മയൂഖ് വിശ്വാസ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ വൻ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഗൗരവതരമായ തിരുത്തൽ നടപടികളിലേക്ക് CPM കടക്കുന്നുവെന്ന് റിപ്പോർട്ട്. പാർട്ടി വോട്ടുകളിൽ പോലും ചോർച്ചയുണ്ടായതായി ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അടുത്ത 3 ദിവസത്തെ സംസ്ഥാന സമിതിയിൽ നടക്കുന്ന ചർച്ച വിശദമായി കേട്ട ശേഷമാകും തുടർ നടപടി. സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഈ യോഗത്തിലാകും തിരുത്തൽ നടപടികൾക്ക് കരട് രൂപം നൽകുക. പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതുപക്ഷം പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകുമെന്നും അത് തടയാനാണ് മത്സരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം AICC നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. രാഹുൽ ഗാന്ധിക്ക് നന്ദിയെന്നും അദ്ദേഹത്തിന് പകരമായി AICC നിയോഗിച്ച പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലെ സ്വാഗതമെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു.
കേരളത്തിലെ കോൺഗ്രസിനും വയനാട്ടിലെ ജനങ്ങൾക്കും രാഹുൽ ഗാന്ധി നൽകിയ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനും UDFനും തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് എന്നും കെ. സുധാകരൻ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വിഡ്ഢികളാക്കിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ നാണമില്ലായ്മയെന്നായിരുന്നു മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ ബലിയാടിയാക്കിയെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യയും കുറ്റപ്പെടുത്തി. വയനാട്ടിൽ CPIയും ഇടതുമുന്നണി മത്സരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ലെന്ന് CPI നേതാവും വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ആനി രാജ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി തിടുക്കപ്പെട്ട് അല്ലെന്നും വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്നയാളാണെന്നും അതിനാൽ വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ താൻ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നുവെന്നും ആ കാര്യം വയനാട് മണ്ഡലത്തിലെ ജനത്തോട് പറയാതിരുന്നത് നീതികേടാണെന്ന് താൻ വിമർശിച്ചതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അവർ പറഞ്ഞു. മണൽ മാഫിയയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കണ്ണൂരിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വളപട്ടണം സ്റ്റേഷനിലെ 2 ASIമാരെയും ഒരു സിവിൽ പോലീസ് ഓഫീസറെയും സ്ഥലം മാറ്റി. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. K. അനിഴൻ, ഷാജി കിരൺ എന്നിവർക്കെതിരെയാണ് നടപടി. മണൽ മാഫിയക്ക് വിവരങ്ങൾ ചോർത്തി നൽകി മാസപ്പടി കൈപ്പറ്റി പിടിച്ചെടുത്ത ബോട്ടുകളുടെ യന്ത്രഭാഗങ്ങൾ കടത്തി തുടങ്ങിയ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. വ്യാജ പാസ്പോർട്ട് കേസിലെ മുഖ്യപ്രതിയായ തുമ്പ സ്റ്റേഷനിലെ പോലീസുകാരൻ അൻസിൽ അസീസ് ഒളിവിൽ. സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ വീട്ടിൽ നിന്നും ഒളിവിൽ പോയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. വ്യാജ പാസ്പോർട്ടിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ കേസുകളുടെ എണ്ണം 3 ആയി. ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കാർ കത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. കല്ലുവാതുക്കൽ പാറയിൽ സ്വദേശി ജൈനു 58 ആണ് മരിച്ചത്. തെളിവുകളും ശാസ്ത്രീയ പരിശോധനകളും അടിസ്ഥാനമാക്കിയാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മാവേലിക്കര മണ്ഡലത്തിലെ നിയുക്ത MPയും കോൺഗ്രസ് നേതാവുമായ കൊടിക്കുന്നിൽ സുരേഷിനെ ലോക്സഭയുടെ പ്രൈം ടൈം സ്പീക്കറായി തെരഞ്ഞെടുത്തു. MPമാരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിധിയിലാകും നടക്കുക. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.